ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ് ബ്ലീച്ചിൻ്റെ ഫുൾ പ്രോസസ്സാണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഗെറ്റ് യു ലേൺ സംതിങ് ഫ്രം ദിസ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലീച്ച് മിക്സിംഗ് ആണ്. 1 സ്പൂൺ ക്രീമിന് 1 to 2 ഡ്രോപ്സ് ആക്ടിവേറ്റർ മിക്സ് ചെയ്തു. ആക്ടിവേറ്റർ എപ്പോഴും വളരെ കുറച്ച് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ബ്ലീച്ച് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഒരു ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് മേക്കപ്പ്, ഐ മേക്കപ്പ്, ലിപ് മേക്കപ്പ്, ഫേസ് മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം വാട്ടർ ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു റൊട്ടേറ്റ് മസാജ് കൊടുത്ത് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുക. ഡബിൾ ക്ലെൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, സെക്കൻഡ് വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഫേസ് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം പ്രീ ബ്ലീച്ച് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ഓക്സി ലൈഫിൻ്റെ പ്രീ ബ്ലീച്ചാണ് യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുക. ബ്ലീച്ച് സ്കിന്നിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. അടുത്ത സ്റ്റെപ്പ് ബ്ലീച്ച് ആപ്ലിക്കേഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിന് ചുറ്റും ബ്ലീച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. കണ്ണുകൾ ഒരു കോട്ടൺ ഉപയോഗിച്ച് കവർ ചെയ്യുക. 5 മിനിറ്റ്സിന് ശേഷം ഹെയർ ലൈൻസിലെ ബ്ലീച്ച് ക്രീം എല്ലാം റിമൂവ് ചെയ്യുക. ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് 12 to 15 മിനിറ്റ്സും വീറ്റിഷ് സ്കിൻ ഉള്ളവർക്ക് 10 to 12 മിനിറ്റ്സും ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് 8 to 10 മിനിറ്റ്സുമാണ് ക്രീം സ്കിന്നിൽ ലീവ് ചെയ്യേണ്ടത്. ബ്ലീച്ച് ക്രീം ഫേസിൽ നിന്നും നന്നായി റിമൂവ് ചെയ്തതിന് ശേഷം കൂൾ കംപ്രഷൻ അല്ലെങ്കിൽ കൂൾ വേപ്പർ ബ്ലീച്ച് ചെയ്ത ഭാഗത്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്കിന്നിന് മോയ്സ്ചറൈസർ നൽകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ പോസ്റ്റ് ബ്ലീച്ച് അപ്ലൈ ചെയ്ത് ജസ്റ്റ് അബ്സോർബ് ചെയ്യുന്ന പോലെ മസാജ് ചെയ്ത് വിടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. എല്ലാ സംശയങ്ങൾക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.